കോൺഗ്രസിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധി എതിരാളികളല്ല, സ്വന്തം പാർട്ടിക്കുള്ളിലെ പോരാട്ടങ്ങളാണ്. അധികാരത്തിനായി നേതാക്കൾ തമ്മിൽ നടക്കുന്ന കുതികാൽ വെട്ടും പരസ്പര കുറ്റപ്പെടുത്തലുകളും പാർട്ടിയെ തന്നെ തകർക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഈ ഉൾക്കലഹങ്ങളുടെ കേന്ദ്രബിന്ദുവായി പലപ്പോഴും ഉയർന്നു വരുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പേരും. പഴയ UDF സർക്കാരിനെതിരെ UDFകാർ തന്നെ ഉന്നയിച്ച ആരോപണങ്ങൾ ഇന്ന് വീണ്ടും ചർച്ചയാകുമ്പോൾ കോൺഗ്രസിലെ യഥാർത്ഥ പ്രശ്നം കൂടി പുറത്തു വരികയാണ്. കേരളത്തിൽ കോൺഗ്രസിന്റെ പ്രധാന ശത്രുക്കൾ കോൺഗ്രസ് തന്നെയാണ്. പരസ്പരമുള്ള തമ്മിൽ തല്ലും കുതികാൽ വെട്ടും അവർക്കൊരിക്കലും അവസാനിപ്പിക്കാൻ പറ്റുന്നതല്ല. പഴയ ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ ഏറ്റവും വലിയ പടയൊരുക്കം നടത്തിയത് അതേ കോൺഗ്രസും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുമാണ്. ഉമ്മൻചാണ്ടിയെ യാതൊരു രാഷ്ട്രീയ മര്യാദകളുമില്ലാതെ പലപ്പോഴായി ദ്രോഹിച്ചതും സ്വന്തം പാർട്ടിക്കുള്ളിൽ നിന്നും ഇതേ വി ഡി സതീശനും മറ്റു നേതാക്കളുമാണ്. മുതിർന്ന കോൺഗ്രസ് നേതാവും മന്ത്രിയുമായിരുന്ന KC ജോസഫ് തന്നെ ഒരു വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യം പറഞ്ഞിട്ടുമുണ്ട്. അന്നത്തെ കോൺഗ്രസ് സർക്കാരിനെതിരെ KPCC 6 വൈസ് പ്രസിഡന്റുമാരിൽ ഒരാളായ വി ഡി സതീശൻ പ്രതിസന്ധിയിലാക്കിയതിനെയും ആക്ഷേപിക്കുന്നതിനെയും പറ്റി അദ്ദേഹം തുറന്നടിക്കുന്നുണ്ട്. അന്നേ അധികാരമോഹിയായ വി ഡി സതീശൻ അന്നത്തെ സർക്കാരിനെതിരെ പടയൊരുക്കം നടത്തിയതായും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. എല്ലാവരുടെയും കുതികാൽ വെട്ടി അധികാരത്തിലെത്തണമെന്ന് ആഗ്രഹിച്ച് വി ഡി സതീശൻ ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ വലിയ രീതിയിൽ നടത്തുകയും ചെയ്തു. ഇത് തുറന്നു പറഞ്ഞ KC ജോസഫിനെതിരെയും പിന്നീട് വി ഡി സതീശൻ രംഗത്ത് വന്നു. ആരാണ് UDF സർക്കാരിനെ കരിവാരിത്തേക്കാൻ ശ്രമിക്കുന്നതെന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ട് എന്നതുൾപ്പെടെയുള്ള രൂക്ഷ വിമർശനങ്ങളും KC ജോസഫ് ഉന്നയിക്കുന്നുണ്ട്. കെ മുരളീധരനും ഒരു പൊതുചടങ്ങിൽ ഉമ്മൻചാണ്ടിയെ വെല്ലുവിളിച്ചുകൊണ്ട് സംസാരിക്കുന്നതും കേരളം കണ്ടതാണ്. ഇതിനൊക്കെ ശേഷമാണ് ഇപ്പോൾ ഈ നേതാക്കളെല്ലാം ഉമ്മൻചാണ്ടിയെയും അന്നത്തെ UDF സർക്കാരിനെയും മഹത്വവൽക്കരിച്ചു രംഗത്ത് വരുന്നത്. അധികാരത്തിന് വേണ്ടി എന്തും ചെയ്യാനും ഏതറ്റം വരെ പോകാനും തയ്യാറായി നിൽക്കുന്നവരാണ് ഇന്നത്തെ പ്രതിപക്ഷ നേതാവും മറ്റു നേതാക്കളും. UDF പരാജയപ്പെട്ടാൽ വനവാസത്തിന് പോകുമെന്നാണ് മുൻപ് സതീശൻ പറഞ്ഞത്. അത് വെറുതെ പറഞ്ഞതല്ലെന്ന് വി ഡി സതീശൻ പറയുന്നുമുണ്ട്. കോൺഗ്രസിലെ നിലവിലെ അവസ്ഥ നോക്കിയാൽ സതീശന് വനവാസം ഏറെക്കുറെ ഉറപ്പാണ്. ജോൺ ബ്രിട്ടാസ് പറഞ്ഞതുപോലെ ഏത് വനം വേണമെന്ന് സെലക്ട് ചെയ്തു തരാനും ആളുകൾ വേണമെങ്കിൽ സതീശനെ സഹായിക്കും. ഇന്ന് ഉമ്മൻചാണ്ടിയെ മഹത്വവൽക്കരിച്ച് സംസാരിക്കുന്ന നേതാക്കളെ കാണുമ്പോൾ രാഷ്ട്രീയത്തിലെ ഇരട്ടത്താപ്പും വ്യക്തമായി ഓർമ്മ വരും. അധികാരത്തിനായി സ്വന്തം നേതാക്കളെയും സർക്കാരിനെയും പോലും തള്ളിപ്പറയാൻ മടിയില്ലാത്ത ഒരു രാഷ്ട്രീയ സംസ്കാരം കോൺഗ്രസിൽ വേരൂന്നിരിക്കുകയാണ്. പരാജയപ്പെട്ടാൽ വനവാസം എന്ന വി ഡി സതീശന്റെ പഴയ വാക്കുകൾ ഇപ്പോൾ അദ്ദേഹത്തിനെ തന്നെയാണ് പിന്തുടരുന്നത്. പാർട്ടിയെ ശക്തിപ്പെടുത്താൻ കഴിയാത്ത നേതൃത്വത്തിന് മുന്നിൽ നിൽക്കുന്ന വെല്ലുവിളി ഒറ്റൊന്നു മാത്രമാണ്: ആത്മപരിശോധനയോ അല്ലെങ്കിൽ രാഷ്ട്രീയ വേദിയിൽ നിന്ന് പതിയെ അപ്രത്യക്ഷമാകലോ. വനവാസത്തെക്കുറിച്ച് സതീശനെ ഇടയ്ക്കിടെ പൊതുജനം ഓർമ്മിപ്പിക്കുന്നതിന് കാരണവും അത് തന്നെയാണ്. സതീശന്റെ വനവാസം ജനങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് തന്നെ.